എൽവി ഫാമിലേക്ക് സ്വാഗതം. കുറെ നാളായി ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട്. മഴയാ, ഒരു രക്ഷയില്ല. ഭയങ്കര മഴയാണ്. മഴ, മഞ്ഞ, തണുപ്പ്, കുട്ടിക്കാനത്തെ കാലാവസ്ഥ. അപ്പം നമ്മള് മഴ തോന്നുന്നുണ്ടെ ഒന്ന് ഇറങ്ങിയതാ. ഇന്ന് നമ്മളൊരു വിളവെടുപ്പാണ്. നമുക്ക് അതൊന്ന് കാണാം. ഇതെല്ലാം എന്ത് കണ്ടോ, ഇതെല്ലാം മഴയത്ത് കണ്ടോ, നമ്മുടെ ഓറഞ്ചൊക്കെ കായ്ച്ചു കിടക്കുന്നതാണ്. നമ്മുടെ ഓറഞ്ചുകളാണ് നമ്മള് ലെയർ ചെയ്തതാണ്. ഇതൊരു വീഡിയോ ഞാൻ നിങ്ങളെ കാണിക്കുന്നതാണ്. ലെയർ ചെയ്തതാണ് പാകിസ്ഥാൻ മൽബറി, അതാണ്. പിന്നെ ചെടികളെല്ലാം മഴയത്ത് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ മഴ കഴിഞ്ഞിറങ്ങിയുടനെ നമ്മുടെ ഒരു തായ് പിങ്ക് പേര കായ്ച്ച് നിൽക്കുകയാണ്. കായ്ച്ചതാ, കുറെ ആയി കായ്ച്ചിട്ട്. ഇപ്പൊ ഒരു 7-8 മാസമായി നമ്മൾ അത് നട്ടിട്ട്. അതിപ്പം നമ്മൾ അതിന്റെ ആദ്യത്തെ വിളവെടുപ്പാണ്. ആദ്യത്തെ പേരയ്ക്ക ഉണ്ടായി, 2 പേരയ്ക്ക ഉണ്ടായി. ഭയങ്കര ഇതാണ്, ഭയങ്കര മഴയാണ്. കണ്ടല്ലോ, അതിൽ ഒരെണ്ണം നല്ല രീതിയിൽ പഴുത്തിട്ടുണ്ട്. അപ്പം പഴുത്ത് പാകമായിട്ടുണ്ട്. അപ്പം നമ്മളത് ഇനിയും നിർത്തിയിരുന്നാൽ അത് നമുക്ക് കിട്ടത്തില്ല. കണ്ടില്ലേ ഇതിന്റെ പ്രത്യേകത കണ്ടോ? അത് ഒരെണ്ണം പഴുത്തു, ഇനി അടുത്ത പഴുക്കാന്, അതിന്റെ അടുത്തപ്പോഴത്തേൻ പൂവായി. അടുത്തത് കണ്ടില്ലേ, മുട്ടുകൾ നിൽക്കുന്നു. നല്ല ഇതാട്ടോ, നല്ല ഈൽഡുള്ള ഒരു പേരയാണ് ഇതിപ്പം ഈ ഓരോ കൊമ്പയിലെയും പേരയ്ക്ക കഴിയുമ്പോൾ എല്ലാവരും പറയും ഒരു പ്രാവശ്യം ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ പേരയ്ക്ക ഉണ്ടാകത്തില്ലെന്ന്. അതിന്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നമ്മൾ ആരും പ്രൂൺ ചെയ്യത്തില്ല. പ്രൂൺ ചെയ്യുമ്പോൾ പുതിയ ശിഖരങ്ങൾ ഉണ്ടാവും. പുതിയ ശിഖരം ഉണ്ടായി കഴിഞ്ഞാൽ അതിൽ പൂക്കൾ വരും. അങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്. പേരയൊക്കെ വലിയ മരമായിട്ടാണ് വളർത്തുന്നത്. അതൊക്കെ കഴിഞ്ഞു. ഇപ്പൊ കണ്ടോ, ഇത് ഞാൻ മരത്തിൽ വെച്ച് തന്നെ ഇത് ഞാൻ കട്ട് ചെയ്യാൻ പോവാണ്. ഇതിപ്പം മഴയാണ്. മഴയത്തായോണ്ട് വലിയ മധുരം കാണത്തില്ല. പക്ഷെ നല്ല മഴ കുറവായിരുന്നെങ്കിൽ നല്ല മധുരവും നല്ല ടേസ്റ്റുമാണ്. സീഡ് വളരെ കുറവാണ്. സീഡ് കണ്ടല്ലോ, പിങ്ക് ആണ്, തായ് പിങ്ക് എന്ന് പറയും. ഇത് കുറച്ചുകൂടെ പിങ്ക് കളറാവും. കുറച്ചുകൂടെ പിങ്ക് കളറിൽ വരുന്നതാണ്. ഭയങ്കര ടേസ്റ്റാ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള. കുഴപ്പമില്ല, നല്ല മധുരം ഉണ്ട് കേട്ടോ. മഴ ആയിട്ടും നല്ല മധുരമാണ്. അപ്പം എനിക്ക് തന്നെ തിന്നാൻ പറ്റത്തില്ല. അവിടെ ചാക്കോയും തുമ്മിയൊക്കെ ഉണ്ട്. അപ്പം അമ്മമാർക്ക് കൂടെ കൊടുക്കണം. അമ്മമാര് കഷ്ടപ്പെടുന്നില്ല. അമ്മമാരായതിന്റെ വളവിടിയിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇത് കണ്ടോ, നമുക്ക് ചെയ്യാവുന്ന, കണ്ടോ, എല്ലാ വീട്ടുകളിലും ചെയ്യാവുന്ന ഒരെണ്ണമാണ് കേട്ടോ. ഒരു പേര പിടിപ്പിക്കുക. അറിയാമല്ലോ പേരയ്ക്കയുടെ ഗുണങ്ങൾ. നല്ലൊരു ഫ്രൂട്ട്സ് പ്ലാന്റ് ആണ്. ഇനി ഇതെല്ലാം ഉണ്ടായി കഴിയുമ്പോൾ നമുക്ക് ഈ ശിഖരങ്ങളെല്ലാം ഒന്നീ ലെയർ ചെയ്ത് പുതിയ തൈകൾ ഉണ്ടാക്കാം. അല്ലെങ്കിൽ പ്രൂൺ ചെയ്ത് പുതിയ ശിഖരങ്ങൾ. കണ്ടോ, ഇതിന്റെ ചോട്ടിൽ നിന്ന് തന്നെ പുതിയ ശിഖരങ്ങൾ വരുന്നതെല്ലാം പൂവും മുട്ടും കണ്ടോ ആയിട്ടാണ് വരുന്നത്. അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നത് വരെ